എന്തെല്ലാം ചലഞ്ചസ് ആണ് പ്രധാനമായിട്ടും നേരിടുന്നത് ഇപ്പോൾ? ബേസിക്കായിട്ട് A to Z ചാലഞ്ചസ് തന്നെയാണുള്ളത്. ഏത് മേഖല തൊട്ടാലും ഏതെങ്കിലും ലൈസൻസും എല്ലാത്തിനും അതിൻ്റെ റിസ്ക്കുകളും കാര്യങ്ങളും ഉണ്ട്. എല്ലാം തരണം ചെയ്യും. കാരണം ഞങ്ങളുടെ ചെയർമാൻ അതിലെല്ലാം വളരെ പെർഫെക്റ്റായി എല്ലാം മൂവ് ചെയ്ത എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ കറക്റ്റായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക്കലി ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ അതിൻ്റെ രീതിയിൽ ടെൻഷൻസും കാര്യങ്ങളുണ്ട്. അതെല്ലാം ഓവർകം ചെയ്യും. കാരണം അതൊരു നല്ലൊരു പ്രൊജക്റ്റ് നമ്മളുടെ 10 months പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യാന്നുള്ള ഒരു ചലഞ്ച് ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ആ രീതിയിൽ എന്തായാലും പരിപൂർണമായി അത് എന്ത് ചലഞ്ചസ് വന്നാലും ഫേസ് ചെയ്യുന്നതായിരിക്കും. സാറിന് എന്താണ് തോന്നിയത്? ഏറ്റവും വലിയ ചലഞ്ച് എന്താണ് തോന്നിയത് ഇപ്പോൾ? നാച്ചുറലി ഫൈനാൻസ് ഒരു ചലഞ്ചാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊരു കംപ്ലീറ്റ്ലി ഓർ മെയിൻലി ഓർ മേജർ പാർട്ട് ഓഫ് ഇറ്റ് ഇതൊരു NRI പ്രോജക്റ്റാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞുവശായവരൊക്കെ ഇതിനെക്കുറിച്ച് കേട്ടവരൊക്കെയും പാലക്കാടിൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് മോളെന്നും അത് ഏറ്റവും പ്രോമിസിംഗ് ആയ ബിസിനസ്സാണെന്നും ഒരു കാലഘട്ടം അതിൻ്റെതാണ്. അതെ. അതുകൊണ്ട് നമ്മൾ അതിലേക്കാണ് കൂടുതലും നമ്മളുടെ ഒരു ആദ്യത്തെ ഒരു കൺസേൺ ആയിട്ട് കാണേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും നമുക്കതിൻ്റെ നല്ല എൻകറേജിങ് റെസ്പോൺസാണ് നമുക്കത് വന്നിരിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് പ്രോജക്റ്റ് ഓൺ ടൈം ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചലഞ്ച്. അതാണ് എൻ്റെ ഫസ്റ്റ് ചലഞ്ച്. അതിനുള്ള പദ്ധതികളാണ് ഇനി നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് മോർ ദാൻ 250 vehicles അറ്റ് എ ടൈം പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഒരേ സമയം തന്നെ. അതാണ് മെയിൻ പാർക്കിംഗ് ഫെസിലിറ്റിയാണ് മീൻസ് ഒരു മോൾ എന്ന് പറയുന്ന സമയത്ത് അതിന് പ്രധാന ഘടകമാണ് പാർക്കിംഗ് ഫെസിലിറ്റി. അപ്പോൾ അത് ഇതിനൊരു അട്രാക്ഷൻ തന്നെയാണ്. കാരണം ഇത്രയധികം പാർക്കിംഗ് ഫെസിലിറ്റി ഒരു മോൾ ഇന്നിപ്പോൾ ഈ ടൗൺഷിപ്പിൽ ഇല്ല. സോ അതൊരു അട്രാക്ഷൻ തന്നെയാണ്. പിന്നെ എന്ന് വെച്ചാൽ എല്ലാ ഒരു കാറില്ലാത്ത വീടുകളില്ല എന്നൊരു ഘടകം. അതേമാതിരി ബേസിക് ബാക്കി ഡയറക്ടർ 4 വീലേഴ്സ് ആസ് വെൽ ആസ് 2 വീലേഴ്സിനുള്ള ആംപിൾ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ബസ്സസിന് വന്ന് പാർക്ക് ചെയ്യാനുള്ള ഫ്രണ്ടേജിൽ അതിനുള്ള സൗകര്യം വെച്ചിട്ടുണ്ട്. പ്ലസ് നമ്മൾ ഉദ്ദേശിക്കുകയാണ് ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഒരു മൂൺലിറ്റ് ഡിന്നർ ഫെസിലിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പാലക്കാട് ജനങ്ങൾക്ക് അപ്രാപ്യമായിരിക്കുന്ന മോൾ എന്നുള്ള ഒരു ഫെസിലിറ്റിയോടൊപ്പം ഏറ്റവും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനമായി നമ്മൾ പ്രോജക്റ്റ് പ്രൊഫൈലിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഒപ്പം തന്നെ മോളിൻ്റെ ഫ്ലോർ മാനേജേഴ്സ് തുടങ്ങി എല്ലാ മേഖലകളും എന്ന് വെച്ചാൽ സമഗ്രമായി അതിൻ്റെ നല്ല പ്രൊഫഷണൽസിനെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഡയറക്ടറുകളിൽ അങ്ങനെ ഒരു ഉണ്ട്. അപ്പോൾ ആ പ്രൊഫഷണൽസിനെ നമ്മൾ എടുക്കുമ്പം ആ കാര്യങ്ങളൊക്കെ ഏറ്റവും സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടു നടത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. ശരി, എന്തായാലും ഈ പറഞ്ഞതുപോലെ എല്ലാവരും ദീർഘവീക്ഷണമുള്ള ആൾക്കാരാണ്. കുറേയധികം ക്രിയേറ്റീവ് ഇൻപുട്സ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് തന്നെ ഒരുപാടധികം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാലക്കാട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ മോള് വന്ന് കാണുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായി മാറും എന്നുള്ളത് ഒരു കാര്യത്തിൽ തർക്കമില്ല. ഒരു വീക്കെൻഡ് ബിസിനസ്സും നന്നായിട്ട് അവിടെ ചെയ്യാൻ പറ്റും. ഒരു ലെഷർ പ്ലേസ് ആയിട്ട് അത് മാറും. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. താങ്ക് യു സോ മച്ച്. ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് അബൽ വിസാക്കിൻ്റെ ജനറൽ മാനേജർ ശ്രീ A. മോഹൻദാസ്. നമസ്കാരം. ഈ ഫോർച്യൂൺ മാളിൽ ഒരുപാടധികം സവിശേഷതകളുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൗഡിനെ അല്ലെങ്കിൽ ഒരു ഫാമിലിയെ അവിടേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ഒരു ബേസിക് കാര്യങ്ങൾ നമുക്ക് ഡയറക്ടേഴ്സിൽ നിന്നും MD യിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും അതിനകത്ത് ഫോക്കസ് ചെയ്യുന്ന കാര്യം? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് മെയിൻലി ആണ് കല്യാണ മണ്ഡപം, AC കല്യാണ മണ്ഡപം, പ്ലസ് പിന്നെ ഞങ്ങൾ മൾട്ടിപ്ലക്സ് തിയേറ്റർ, പിന്നെ എഡ്യൂക്കേഷണൽ കോർണറാണ്. അതാണ് ഞങ്ങളൊരു കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇതൊരു പാർട്ട്, ഒരു പ്രധാന മേഖല. ശരിക്കും മറ്റു മാളുകളിൽ നിന്ന് വിഭിന്നമാണ്. ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിന് വേണ്ട പ്രോജക്റ്റിനുള്ള മെറ്റീരിയൽസ് പാലക്കാട് അവൈലബിൾ അല്ല. നിയർ അബൌട്ടും കുറച്ച് ഇപ്പോൾ തൃശ്ശൂരും കൂടി വളരെ കുറവാണ്, കോയമ്പത്തൂരും കുറവാണ്. അപ്പോൾ ഞങ്ങൾ ആ ഹയർ സ്റ്റഡീസിന് വേണ്ടിയുള്ള കുട്ടികൾക്കുള്ള ഇന്ന് എല്ലാ കാലഘട്ടത്തിൻ്റെ ഒരു ഇതാണ്, എല്ലാ കുട്ടികളും എല്ലാ പാരൻസും കുട്ടികളും പഠിപ്പിക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് കൺസെപ്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ ആ കുട്ടികൾക്കുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാ ഇതും മെറ്റീരിയൽസും അവിടെ അവൈലബിൾ ആയിരിക്കും. അതായത് നമ്മൾ അതുമാത്രമല്ല, ഹയർ സ്റ്റഡീസിന് മാത്രമല്ല
താഴെയുള്ള കുട്ടികൾക്കുള്ള മെറ്റീരിയൽസും അവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ സ്പോർട്സ് ആക്ടിവിറ്റീസ്, സ്പോർട്സ് മെറ്റീരിയൽസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇപ്പോൾ ഇന്നത്തെ കുട്ടികൾ എല്ലാവരും തീർച്ചയായും ഒരു ത്രസ്റ്റാണ്. നമ്മളെല്ലാവരും കുട്ടികൾ പറയും എൻ്റെ കുട്ടി അത് പഠിക്കണം അത് പഠിക്കണം. അപ്പോൾ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതേമാതിരി ഹെൽത്ത് കെയർ ക്ലബ്ബ്, ഇപ്പോൾ എല്ലാവരും ബോഡി കോൺഷ്യസ് ആണ്, ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ അതും നമ്മൾക്ക് ലേഡീസിനുണ്ട് ജെൻസിനുണ്ട്. പിന്നെ അതിന് ഞങ്ങൾ ടൈം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓഫീസ് അവേഴ്സിൽ അല്ലാത്തവർക്ക്, ഓഫീസ് കഴിഞ്ഞവർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആ ടൈമിങ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഞങ്ങൾ ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഫാമിലി, ഒരു കുട്ടി ന്യൂക്ലിയർ ഫാമിലിയാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. അപ്പോൾ അവർ വന്ന് വൈകുന്നേരം ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് കോർട്ടിൽ വന്ന് കഴിക്കുമ്പോൾ ഒരു ഗാർഡൻ ഏരിയയിൽ മൂൺലൈറ്റ് ഡിന്നറിനുള്ള പ്രൊവിഷൻ ഇത് അതാണ് ഒന്ന്. പിന്നെ ഞങ്ങൾ റൺ ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ്. ആ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് റേറ്റിനെക്കാട്ടിലും കുറഞ്ഞ് കൊടുക്കണം എന്നുള്ള. എനിക്ക് തോന്നുന്നു എനിക്ക് സംസാരിച്ചപ്പോഴെല്ലാം മനസ്സിലായ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ജനങ്ങളെ കൂടി കാറ്റർ ചെയ്യുന്ന തരത്തിലേക്ക് ആണ് ഈ മോളിൻ്റെ പ്രവർത്തനങ്ങൾ നീളാൻ പോകുന്നത്. കാരണം ഏതൊരു സാധാരണക്കാരനും അവിടെ എത്തി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. ആ രീതിയിലാണ് അത് കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യത്തിൽ അത്തരത്തിൽ ചില നീക്കങ്ങൾ അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ്ലി ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചേഴ്സ് നിന്ന്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ സാധാരണ ഉണ്ടാവാറുണ്ട് സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഡീലേഴ്സ്. അപ്പോൾ അവർക്ക് ഒരു റേഷ്യോ പ്രോഫിറ്റ് ഞങ്ങൾ കാൽക്കുലേറ്റ് ഇപ്പോൾ ആസ് പെർ സ്റ്റഡി ഞങ്ങളൊരു കാൽക്കുലേഷൻ ചെയ്തപ്പോൾ 5 to 7% ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ആ മാർക്കറ്റ് വിലയിൽ നിന്ന് കുറച്ച് കൊടുക്കാൻ പറ്റും. അത്ര ആ പ്രോഫിറ്റ് ആ രണ്ട് പേരുടെ, അതായത് സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഡീലേഴ്സ്, അത് കർട്ടേൽ ചെയ്യും. അപ്പോൾ നമുക്കത് കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് സാധാരണക്കാരനെ കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് ഞങ്ങൾ മെയിൻ. ഇന്നത്തെ കാലത്ത് കോസ്റ്റ് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ സാധാരണ നമ്മളൊരു കേരളത്തിലൊരു കൺസെപ്റ്റ് ഉണ്ട്. മോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഹയർ കോസ്റ്റുകാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ, അപ്പോൾ അപ്പർ ക്ലാസ്സുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിനെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മിനിമം പ്രോഫിറ്റ് റേഷാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈവൻ കല്യാണ മണ്ഡപവും കൂടി ഞങ്ങൾ കമ്പാരേറ്റീവ് ടു നിങ്ങൾ ഏറ്റവും ലോ റെൻറ്റിനായിരിക്കും ഞങ്ങൾ കൊടുക്കുക. അതാണ് ഞങ്ങളുടെ ഒരു പോസിറ്റീവ് തിങ്സ്. പിന്നെ അവർക്ക് നല്ലൊരു സേവനം, സർവീസസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് ഞങ്ങൾ ബാക്ക് കാൽക്കുലേഷൻ ഉണ്ട്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് എങ്ങനെ കർട്ടേൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എക്സ്പെൻഡിച്ചർ ഒരു മിനിമം ലെവൽ വരെ കർട്ടേൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പാർട്ട് ഫ്രം ദിസ് എങ്ങനെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മിനിമൈസ് ചെയ്യാം, എക്സ്പെൻഡിച്ചർ മിനിമൈസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഈവൻ മാൻ പവറും കൂടി മിനിമം മാൻ പവർ മാക്സിമം യൂട്ടിലൈസേഷൻ എന്നൊരു കൺസെപ്റ്റാണ്. മാൻ പവറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എത്രത്തോളം പേർക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമ്മൾ ഈ ഒരു മോൾ വരുന്നതോടുകൂടി തൊഴിൽ അവസരങ്ങൾ ഉണ്ടാവും? ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഡയറക്റ്റ് കമ്പനി തന്നെ വരുമ്പോൾ അറൗണ്ട് 250 എംപ്ലോയീസ് തന്നെ മിനിമം നമ്മുടെ ആവറേജ് ഡയറക്റ്റ് കമ്പനി. ഇൻഡയറക്റ്റ് വരുമ്പോൾ 1000 എബോവ് വരും. പിന്നെ അതിന് നമ്മൾ ഈ ഷോപ്സ് വരുന്നുണ്ട്, അവരുടെ റിക്വയർമെൻറ്റ് എത്രയാണെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അവരൊരു മൊബൈൽ ഷോപ്പാണ്, ആക്സസറീസിൻ്റെ ഷോപ്സ് ഉണ്ട്, അവരുടെ അപ്പോൾ അവരുടെ പെർ കാൽക്കുലേഷൻ വരുമ്പോൾ ചിലപ്പോൾ മോർ ദാൻ ദാറ്റ്. അതാണ് എനിക്ക് തോന്നുന്നു ഒരു ഓൾ അറൗണ്ട് ഒരു 5000 ആൾക്കാർക്ക് തൊഴിലവസരം ഡെഫിനറ്റ്ലി ഒരു 5000 ഉണ്ടാവും. ഈ സാധാരണക്കാർ വരുമ്പോൾ അവരെ കാറ്റർ ചെയ്യാൻ ഞാൻ പല കാര്യങ്ങളും ഞാൻ കേട്ടതിൽ ഒന്ന് ഇപ്പോൾ കിഡ്സ് സോൺ ഒരെണ്ണം നല്ല രീതിയിലുണ്ട്. സ്പാർക്കി അതായത് നമ്മൾ കാർ ഡ്രൈവിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഇത് കൊണ്ടുവരാനാണ്. അപ്പോൾ സ്പാർക്കി എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ബാറ്ററി കാർസ്, അതിൻ്റെ സ്ക്രോളിംഗ് ഉണ്ടാവും. കുട്ടികൾക്ക് കളിക്കാൻ കാറ് കളിക്കാം, അത് കളിക്കാം. പിന്നെ വീഡിയോ ഗെയിംസുകൾ, അങ്ങനെ ഒരുപാട്. പിന്നെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫാദറും മദറും പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ടാക്കി കൊടുക്കുക. അത് ഈവൻ ഞങ്ങൾ ഗാർഡൻ ഏരിയ പോലും ഫൗണ്ടൻ ഉണ്ട്, ഫ്രണ്ടിൽ ഫൗണ്ടനിൽ ഇരിക്കാൻ ഒരു ഈവനിങ് സിറ്റിങ്ങിൽ ഇരിക്കാനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ട് ലോബി ഏരിയ, ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ചാലഞ്ചായിരുന്നു ലോബി ഏരിയ എങ്ങനെ കുറയ്ക്കാം. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ലോബി ഏരിയ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ലോബി നമുക്ക് ഒരു മെയിൻ ഫാക്ടറാണ്. ആൾക്കാർക്ക് വന്ന് നമ്മളൊരു കടയ്ക്ക് പോകുന്ന റിലാക്സിങ് ഏരിയ. അപ്പോൾ അതിന് മെയിൻ ആക്ടിവിറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോബി ഏരിയ ഞങ്ങൾ ഒരിക്കലും കട്ടേൽ ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾ എസ്കലേറ്റർ, ക്യാപ്സൂൾ ലിഫ്റ്റ്,
ക്യാപ്സൂൾ ലിഫ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ ക്യാപ്സൂൾ ലിഫ്റ്റ്, എസ്കലേറ്റർ, പിന്നെ ഞങ്ങൾ സെൻട്രലൈസ് AC എല്ലാ സിസ്റ്റം ഞങ്ങൾ അതുപോലെ തന്നെ മാളിൽ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് സംവിധാനം. പാർക്കിംഗ് നമ്മൾ പറയില്ലേ സഫിഷ്യൻറ്റ് 80 കാർസ് അറ്റ് എ ടൈമിൽ വന്നിരിക്കാം, പ്ലസ് 4 വീലേഴ്സ് 2 വീലേഴ്സ് ഇരിക്കാം. പിന്നെ ബസ്സസ്, ഇത് കല്യാണ മണ്ഡപം ഉള്ള കാരണം ഞങ്ങൾ ബസ്സും കൂടി ഞങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിനുള്ളതും പ്ലസ് ഞങ്ങൾക്ക് ബാക്കിൽ ഒരു സ്ഥലവും കൂടി ഞങ്ങൾക്കുണ്ട്, അവിടെയും പാർക്കിംഗ് ഏരിയ ആയിട്ട് സഫിഷ്യൻറ്റ് പാർക്കിംഗ് ഏരിയ. ഏറ്റവും വലിയ മേജർ കൺസ്ട്രെയിൻ്റ് ആണ് മാളിൽ ഈ പാർക്കിംഗ് തീർച്ചയായും ഫെസിലിറ്റി. അതും ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് ഒന്നുമില്ല, നമ്മൾ ശരിക്കും ഓപ്പൺ സ്പേസിലാണ്. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു ഒരു വളരെ പ്രീ കൺസീവ്ഡ് ആണ് കാര്യം. ഈ ഒരു മോൾ എങ്ങനെയാണ് വരുന്നത്, എന്താണ് അതിനകത്തെ ലോബി, എവിടെയൊക്കെയാണ് ഷോപ്സ് ഇരിക്കുന്നത്, എവിടെയൊക്കെയാണ് കിഡ്സ് സോൺ ഇരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് വളരെ ക്ലിയർ പിക്ചർ ആണെന്ന് തോന്നുന്നു. കാര്യം എല്ലാവരുടെ മനസ്സിലും അത് വളരെ കൃത്യമായിട്ടുണ്ട്. മാത്രമല്ല ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഞാൻ അതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനെ കേറ്റർ ചെയ്യുന്ന ഒരു സ്ഥലം, 2 ആൾക്കാരുടെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് നീങ്ങുന്നു. എനിക്കൊന്നൊരു വിശാലമായ കാഴ്ചപ്പാടാണ്. ഇത് എക്സിക്യൂട്ട് എടുക്കുന്ന ഒരു ചലഞ്ച് അത് എത്രത്തോളം ഉണ്ട്? മെയിനായിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 2 ഫാക്ടർ ഉണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ ഉണ്ട്, രണ്ടാമത് നമ്മൾ കാൽക്കുലേഷൻ. ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് എല്ലാത്തിനും ഫിനാൻഷ്യൽ നമ്മൾ പേയ്മെൻറ്റ് ടേംസ് അടക്കം ഞങ്ങൾ എല്ലാം കാൽക്കുലേഷൻ, ഇന്ന ടൈമിലാണ് പേയ്മെൻറ്റ് നടത്തുക. അതുമാതിരി വർക്ക് ഷെഡ്യൂൾ ഉണ്ട്, ഓരോന്നിനും ഓരോ വർക്ക് ഷെഡ്യൂൾ ഉണ്ട്, ഓരോ സ്റ്റെപ്പിലും ഇന്ന ടൈമിൽ ഇത് കഴിയണം. 10 months ആണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, 300 days. ആ 300 days പ്ലസ് 2 months ആണ് ഞങ്ങൾ നെക്സ്റ്റ് മാർച്ചിൽ ഇനാഗ്രേഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ 2 months എന്ന് പറഞ്ഞാൽ സപ്പോസ് വേരിയേഷൻ വന്നാലും പിന്നെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ വരും, അപ്പോൾ അതിനൊക്കെ ചെയ്യാനുള്ള വേണ്ടിയിട്ടാണ് 2 months. അത് അപ്പോൾ ആദ്യമേ തൊട്ട് ഇതിന് നമ്മൾ ക്ലോസ് മോണിറ്ററിങ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജൂലൈയിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോർ കംപ്ലീഷൻ ചെയ്യണമെങ്കിൽ ആ ഫസ്റ്റ് ഫ്ലോർ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് മോണിറ്റർ ചെയ്താലേ പറ്റുള്ളൂ. അത് സെപ്റ്റംബറിലായിരിക്കും. ആ സെപ്റ്റംബറിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഇത് ക്ലോസ് മോണിറ്റർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. പഴയ ലാപ്സസ് ഉണ്ടെങ്കിൽ അത് കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെയുള്ള ഈച്ച് ആൻഡ് എവറി ആംഗിളിൽ ക്ലോസ് മോണിറ്ററിങ് ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇതിലേക്ക് പാർട്ട് ആവേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒരു വലിയൊരു കോൺസെപ്റ്റാണ്, ഒരു ഇന്റർനാഷണൽ രീതിയിൽ ഇത് പടുത്തുയർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റ് പ്രതീക്ഷിക്കുന്നില്ലേ? ഞങ്ങളൊരു 100% NRIs ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നും ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 60-40 റേഷ്യയിൽ, അത് 60% NRIസും 40% നമ്മുടെ മലയാളികൾക്കും തമിഴ്നാട് നിന്നുള്ള ആൾക്കാർക്കും ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കും നല്ല ഡിവിഡൻ്റാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാങ്കിൻ്റെ കമ്പാരിസൺ ചെയ്തിട്ടുള്ള ഫിഗറിനെക്കാട്ടിലും നല്ലൊരു, ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് കൺസെപ്റ്റ് ആയിരിക്കും, ഞാൻ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ബെനിഫിറ്റ്, അതാണല്ലോ നാച്ചുറലി ചോദിക്കുന്നത്. അപ്പോൾ അതിനേക്കാട്ടിലും കൂടുതൽ ബെനിഫിറ്റ് ഞങ്ങൾ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാൽക്കുലേഷനാണ്. ശരി. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാം, ഞങ്ങൾ നല്ലൊരു ഡിവിഡൻഡ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. ഏതായാലും എനിക്കൊന്ന് പാലക്കാടിൻ്റെ ഒരു സ്വപ്നം പൂവണിയാൻ പോവുകയാണ്. ഒരു വർഷത്തിനകത്ത് ഇവിടെ ഒരു മനോഹരമായ മോൾ വരുന്നു. ഇവരൊക്കെയാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ. ഏതായാലും ആശംസകൾ, നല്ല രീതിയിൽ. താങ്ക് യു.